ക്രിയേറ്റീവ് ചെയ്യും. അപ്പം ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പോസ്റ്റ് ചെയ്യാനിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഭയങ്കര മഴ കാരണം നമുക്ക് എഡിറ്റിംഗ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നലത്തെ ആ ഒരു ഡേയുടെ സ്പെഷ്യാലിറ്റി പോലെ തന്നെ ഇന്ന് നമ്മളൊരു ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്കൾപ്ചർ അല്ലെങ്കിൽ ഒരു പ്രതിമയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു ഓൾ ദ അമേസിങ് ടീച്ചേഴ്സ് ഓഫ് അവർ നേഷൻ. സ്നേഹം നിറഞ്ഞ നന്മ നിറഞ്ഞ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ ഗുരുക്കന്മാർക്കും ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബേസ് റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ പേപ്പർ ക്ലേ ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അതിന് നമ്മളൊരു കളർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബ്ലാക്ക് കൊടുത്തിട്ടില്ലേ. ഇനി നമുക്കൊരു വേസ്റ്റ് പെൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കമ്പി ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോട്ടാ ഭീമിൻ്റെ ഒരു സ്കൾപ്ചറൊക്കെ ചെയ്തില്ലായിരുന്നോ, അതുപോലെ. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് അലുമിനിയം ഫോയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊരു ജസ്റ്റ് ഒരു ഹ്യൂമൻ ബോഡിയുടെ ഷേപ്പിലേക്ക് വരുത്തുക. മുഴുവനും വേണ്ട, ആ ഒരു ബോഡി എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പൊക്കെ സിമ്പിളാണ് കേട്ടോ. സ്കൾപ്റ്റിങ് വരുമ്പോഴാണ് കുറച്ച് ടഫായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പം എന്നോട് പറയുന്നുണ്ട് കുറേ പേരൊക്കെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് സക്സസ്ഫുൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും നമ്മൾ ചെയ്യുന്ന വീഡിയോ കൊണ്ടൊരു ഉപകാരം ഉണ്ട് എന്ന് പറയുമ്പം വല്ലാത്തൊരു സന്തോഷം നമുക്ക് തോന്നും. അപ്പോൾ ഇതുപോലെ ഞാനൊരു പേപ്പർ ടേപ്പ് അതിൻ്റെ ചുറ്റും ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലേ അപ്ലൈ ചെയ്യുമ്പോൾ അതൊന്ന് പിടിച്ചിരിക്കാനൊക്കെ ഉപകാരപ്പെടും. നിങ്ങൾക്ക് പേപ്പർ ടേപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ സാധാരണ നോർമൽ പേപ്പറോ ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ പോർസലെയിൻ ക്ലേ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്കൾപ്റ്റിംഗ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ പോർസലെയിൻ ക്ലേ എന്ന് പറയുന്നത് ഒരു ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ. ഞാനിത് എന്നും റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം പുതിയതായിട്ട് ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ അവർക്കൊരു ഡൗട്ട് വേണ്ടല്ലോ എന്താണ് ഈ ക്ലേ എന്നുള്ളത്. അപ്പോൾ പോർസലെയിൻ എന്ന് പറയുന്ന ഒരു ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റിലൊക്കെ ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാറുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ പറ്റും. For my non-Malayali viewers, porcelain clay is a homemade air dry clay. If you want the procedure for making this clay, please check out my channel. I will share the link in the description box or in the pinned comment, so that will be helpful to you to find it out. Now ഇപ്പോൾ നമ്മൾ എല്ലാ ഡോൾസും ചെയ്യുന്ന പോലെ തന്നെയാണ് സ്കൾപ്റ്റിങ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമൊന്നുമില്ല. ഇനി നമ്മൾ ആ ഒരു ബോഡി പോർഷൻ കംപ്ലീറ്റ് ചെയ്ത ഉടനെ നമ്മൾ ഡ്രസ്സാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ടീച്ചർ കുട്ടിക്ക് ഒരു സാരിയാണ് സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് സാരി ഡോൾസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ ക്ലോത്ത് വെച്ചിട്ട് സാരി ഉടുപ്പിച്ച് കൊടുക്കുക ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ സാരി എങ്ങനെ സ്കൾപ്റ്റ് ചെയ്യാമെന്നതിലൂടെ കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ ലെവൽ ഓഫ് പെർഫെക്ഷനേ ഉണ്ടാവുള്ളേ. അതായത് ഒരു ഭയങ്കര അൾട്രാ പെർഫെക്റ്റ് സാരി ഡ്രൈപ്പിംഗ് ഒക്കെ ചിലപ്പോൾ ഈ ഒരു സ്കൾപ്റ്റിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഞാനൊരു സെൽഫ് ടോട്ട് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതുപോലെ ക്ലേ ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലേയുടെ കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത് ക്രിംസണും കുറച്ച് ബ്ലാക്കും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ് റെഡ് പോലെ നിങ്ങൾക്ക് തോന്നിയാലും ഇത് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെറൂണിഷ് ഷെയ്ഡാണ് വരിക. അപ്പോൾ നമുക്കറിയാമല്ലോ പോർസലെയിൻ ഉണങ്ങുന്നതിനനുസരിച്ച് ഡാർക്കാവും എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഹിപ്പിൻ്റെ അങ്ങോട്ട് കുറച്ച് ഷേപ്പ് ചെയ്തിട്ട് ക്ലേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്ലേ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒരുപാട് ക്ലേ ഒക്കെ വെച്ച് സ്കൾപ്റ്റ് ചെയ്യാം. നമ്മൾ സാരി ഉടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡിക്ക് നല്ല ഷേപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ സ്കൾപ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉടുപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ നമുക്ക് ക്ലേ അപ്ലൈ ചെയ്തിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ സൈഡിലോട്ടുള്ള ആ ഒരു
സാരിയുടെ ഒരു പ്ലീറ്റിങ് അത് നല്ല രീതിക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനവിടെ ടൂൾസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ വരുന്ന ആ ഒരു പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ ഇതുപോലെ ഒന്ന് പൊക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സൈഡിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബ്ലെൻഡ് ചെയ്യാനൊക്കെ നമ്മുടെ കൈകൾ തന്നെ, ഫിംഗേഴ്സ് തന്നെ ധാരാളമാണ് കേട്ടോ. പിന്നീട് എന്തെങ്കിലും ഇതുപോലെ പാർട്ടീഷൻ ചെയ്യാനൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ടൂൾസ് ഇല്ലയെന്നുണ്ടെങ്കിലും പേടിക്കുകയൊന്നും വേണ്ട. നീഡിലോ അല്ലെങ്കിൽ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും മതിയാവും ബിഗിനേഴ്സിനൊക്കെ. ഞാൻ ടൂൾസിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ പിന്നീട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും ഉപയോഗിക്കുന്ന ടൂൾസ് എന്താണെന്നും എങ്ങനെയാണ് വാങ്ങിച്ചതെന്നൊക്കെ. അത് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ നല്ല ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പല സാധനങ്ങളും കൊണ്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതിനൊക്കെ ഒരു ക്ഷമയാണ് ആവശ്യം. ഇനി നമുക്ക് ഇത്രയും ഭാഗം ഒന്ന് ഉണങ്ങാൻ വെക്കാം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഫേസൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഫേസ് നമ്മളിതുപോലെ കുറച്ച് ക്ലേ എടുത്തതിന് ശേഷം നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്യാം. ഫേസ് സ്കൾപ്റ്റിങ്ങിൻ്റെ എല്ലാ ഒരു പ്രോസസ്സും ഞാനിവിടെ കാണിച്ചിട്ടില്ല. അതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടൊരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പെട്ടെന്ന് അത് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വർക്ക്സ് പെൻഡിങ്ങിലുണ്ട്. നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ ഒരു വ്ളോഗ് മോഡലിലൊരു വീഡിയോ. അപ്പം അതുകൊണ്ട് ആ ഒരു വർക്ക്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയൊരു ഇതുപോലെ ഫേസ് സ്കൾപ്റ്റിംഗ് പോലത്തെ ട്യൂട്ടോറിയലൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ കൈകളൊന്ന് സ്കൾപ്റ്റ് ചെയ്യാം. കൈകളൊക്കെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും ഇല്ല. ഇതുപോലെ ഫിംഗേഴ്സ് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നീട് നമ്മളിവിടെ കൈകൾ കുറച്ച് മടക്കിയാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ ഒരു എൽബോയുടെ അവിടെ ഒരു കട്ടിട്ടിട്ട് നമ്മളൊന്ന് മടക്കി വയ്ക്കുന്നു. എന്നിട്ട് നമുക്കിതിലൊന്ന് വച്ച് നോക്കാം അത്രയും നീളം മതിയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ രണ്ട് കൈകളും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബോഡി ഇപ്പം ചെയ്തത് വരെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ അവിടെ ഒരു ക്ലേ വെച്ചിട്ട് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. ബ്ലൗസ് ഒന്ന് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ള ഒരു സാരിയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഒരുപാട് വർക്കുകൾ അങ്ങനത്തെ സാരീസൊന്നും അല്ല, സാധാരണ കോട്ടൺ സാരിയോ ഒക്കെ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയലുള്ള സാരികളായിരിക്കും ഉടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് സാരി ചെയ്യുന്നത്. ഒരു സാധാരണ കോട്ടൺ സാരി മോഡലല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് കോമ്പിനേഷനിൽ റെഡും അതുപോലെ തന്നെ ബ്ലാക്കുമാണ് എടുത്തിട്ടുള്ളതെന്ന് മാത്രം. കണ്ടോ, ഇപ്പോൾ താഴത്തെ ക്ലേയും മുകളിൽ നമ്മളിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന റോ ക്ലേയുമായിട്ട് കളർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഉണങ്ങിക്കഴിയുമ്പം ക്ലേ കുറച്ച് ഡാർക്കൻ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും രണ്ട് കളറാണെന്ന് തോന്നുകയൊക്കെ ചെയ്യും ഇപ്പോൾ. പക്ഷെ ഉണങ്ങി വരുമ്പം രണ്ടും ഒരേപോലത്തെ കളർ തന്നെ ആവും. ഇനി നമുക്ക് മുകളിലേക്കുള്ള പ്ലീറ്റ്സ് ഇതുപോലെ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഓരോരോ പ്ലീറ്റ്സ് വരുന്ന പോലെ ഈ ക്ലേ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ പരത്താൻ വേണ്ടിയിട്ട് ഒരു ബോർഡൊന്നുമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഒരു മാർക്കർ വെച്ചിട്ട് ഞാനിവിടെ ചെയ്യുന്ന ആ ഒരു സർഫസിൽ തന്നെ വെച്ചിട്ടാണ് പരത്തുന്നത്. അപ്പോൾ ചിലപ്പം കുറച്ച് ഒട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. നല്ലൊരു ബോർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല സ്മൂത്തായിട്ടുള്ള എന്തെങ്കിലും ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഒട്ടാതെ തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ആ ഒരു മുകളിലേക്കുള്ള പ്ലീറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈകൾ വെച്ച് കൊടുക്കാം. കൈ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രീൻ കളർ ക്ലേ എടുത്തതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ബെൽറ്റിലവിടെ ഇരുന്നോളും. പുറകോട്ടും കുറച്ച് റെഡ് കളറിലുള്ള ക്ലേയും കൂടെ വെച്ചിട്ട് ബാക്കിലോട്ടുള്ള സാരിയുടെ പോർഷനും വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഫേസ് ഇവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. അക്രിലിക് പെയിൻറ്റ് എടുത്താൽ മതി. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് തെളിച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഫേസ് എൻഹാൻസ്മെൻറ്റ് ഡോൾസിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോ ഈ റീസെൻ്റായിട്ട് തന്നെ ഞാനൊരു ഫേസ് തന്നെ പല ടോണിലുള്ള എൻഹാൻസ്മെൻറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ ടീച്ചർ ആയതുകൊണ്ട്
ഒരുപാട് എന്താണ് മേക്കപ്പും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ആ ഒരു ലിപ്പിൻ്റെ കളറിന് ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഞാനൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഹെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഹെയർ വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആണ് കൊടുക്കുന്നത്. ഒരു സാധാരണ ബേസിക് ബ്രൈഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാമല്ലോ, ടീച്ചേഴ്സ് ഒരുപാട് ഒരുങ്ങിയിട്ടൊന്നും അല്ലല്ലോ, നമ്മുടെ ഒരുപാട് ഓർണമെൻ്റലായിട്ടൊന്നും ഒരു ടീച്ചറും സ്കൂളിൽ വരാറില്ല. ഞാൻ കണ്ടിടത്തോളം എൻ്റെ ടീച്ചേഴ്സൊന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സാധാരണ ബേസിക്കായിട്ടുള്ള ഒരു രീതിയിൽ മാത്രമാണ് ഈ ഒരു ടീച്ചർ സ്കൾപ്ചറിന് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുടി ഇങ്ങനെ പിന്നി കൊടുക്കാം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പണിയാണ് കേട്ടോ. ക്ലേ വെച്ചിട്ട് മുടി അങ്ങനെ പിന്നലുണ്ടാക്കിയതിന് ശേഷം അതിൽ കുറച്ച് ഇതുപോലെ ഹെയറിൻ്റെ ഇംപ്രഷനൊക്കെ കൊടുക്കുക. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. സിമ്പിളായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇത്രയും പണിയേ ഉള്ളൂ നമുക്കൊരു ബ്രൈഡ് സെറ്റാക്കാൻ. ഇത്രയും ചെയ്തതിന് ശേഷം ആ തുമ്പത്തും കുറച്ച് ഇംപ്രഷൻസ് കൊടുത്തിട്ട് നമുക്ക് നേരെ പുറകിലേക്ക് കുറച്ച് ക്ലേ വെച്ചതിന് ശേഷം അതിൻ്റെ താഴേക്ക് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാധാരണ ബേസിക് ബ്രൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. കണ്ടോ? എന്നിട്ട് അവിടെയും കുറച്ച് ഇംപ്രഷൻസ് നമ്മൾ വെച്ചൊരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഹെയറിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് സാരിയിൽ ഡിസൈൻ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സാധാരണ കോട്ടൺ സാരി ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഒരു ബോർഡറിൽ ആ ഒരു ഗ്രീൻ കളർ തന്നെ കൊടുത്തിട്ട് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഞ്ഞായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്രഷ് വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്ഥാനം മാറ്റി ഇങ്ങനെ കുത്തായിട്ട് ഇട്ടാൽ മതി കേട്ടോ, റാൻഡമായിട്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ കിട്ടും. അതിനുശേഷം ഞാൻ അതിൻ്റെ ബോർഡറിൽ ചെറുതായിട്ടൊരു ഗോൾഡൻ ഒരു ലൈൻ പോലെ കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു കോട്ടൺ സാരിയിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, ആ ഒരു ബോർഡറിൽ മാത്രമായിട്ട്. ബ്ലൗസിലൊന്നും ചെയ്യുന്നില്ല. ഈ 2 കുഞ്ഞ് കമ്മലും ഒരു സിമ്പിൾ ഒരു മാലയും ഒരു വാച്ചും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വളയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കുഞ്ഞ് ടെക്സ്റ്റ് ബുക്കും ഒരു കുഞ്ഞ് ചോക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് കെമിസ്ട്രിയുടെയാണ്, കാരണം എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. സോ അതുകൊണ്ട് ഞാനൊരു കെമിസ്ട്രി ടീച്ചറിനെയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബേസിൻ്റെ പുറത്തേക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സുന്ദരി ക്യൂട്ടി ആയിട്ടുള്ള നമ്മുടെ കുട്ടി ടീച്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രിയേഷൻ എന്നെ പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ ഓരോ നിലയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ അവരുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വിലമതിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് എൻ്റെ അമ്മയും ഒരു ടീച്ചറാണ്. നമ്മുടെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ടീച്ചറാണെന്ന് പറയും. മാതാപിതാ ഗുരു, അതിനുശേഷമാണ് ദൈവം എന്ന് പറയും. അപ്പോൾ ദൈവത്തിന് മുമ്പേ വണങ്ങേണ്ടവരാണ് ടീച്ചേഴ്സിനെ. അപ്പോൾ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുള്ള ടീച്ചേഴ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും ഒരു വലിയ താങ്ക്സ് ഈ ഒരു ദിവസത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു കുഞ്ഞ് ക്രിയേഷൻ, ഈ ഒരു കുഞ്ഞ് ടീച്ചർ കുട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!